നമസ്കാരം. ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ടെലികോം കമ്പനിയാണ് വോഡാഫോൺ ഐഡിയ എന്നാണ് പറയപ്പെടുന്നത്. ഒരു കാലത്ത് കേരളത്തിലടക്കം ഏറെ കരുത്തായിരുന്നുവെങ്കിലും ഇന്ന് വിഐയുടെ നില അല്പം പരിതാപകരമാണ്. സാമ്പത്തിക പ്രതിസന്ധി കമ്പനിയുടെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും 5G അടക്കമുള്ള സേവനങ്ങൾ അധികം വൈകാതെ അവതരിപ്പിച്ച് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് കമ്പനി. തങ്ങളുടെ പ്രീപെയ്ഡ് ഉപഭോക്താക്കളുടെ ഡാറ്റ ആവശ്യങ്ങൾക്കായി വിഐ ധാരാളം ഡാറ്റ പ്ലാനുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിലൂടെ ഡാറ്റ പ്ലാനിൽ വിഐ ചില പരിഷ്കരണങ്ങൾ നടത്തിയിരിക്കുകയാണ്. 23 രൂപ നിരക്കിൽ ദീർഘനാളായി വിഐ ഒരു ഡാറ്റ ബൂസ്റ്റർ പ്ലാൻ നൽകി വരുന്നുണ്ട്. ഈ പ്ലാനിലാണ് ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ കുറച്ചു സമയത്തേക്ക് മാത്രമായി ഡാറ്റ വേണ്ട യൂസേഴ്സിനായാണ് വിഐ 23 രൂപയുടെ പ്ലാൻ അവതരിപ്പിച്ചത്. എന്നാൽ ഇത് താങ്ങാനാകുന്ന പ്ലാൻ ആണോ എന്നത് ഉപഭോക്താക്കളുടെ ബജറ്റിനെ ആശ്രയിച്ചിരിക്കും. പുതിയ പരിഷ്കരണത്തിലൂടെ 23 രൂപയുടെ വിഐ ഡാറ്റ പ്ലാനിന്റെ ചിലവ് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നിരക്ക് കൂട്ടിയിട്ടില്ല എങ്കിലും ഇതിൽ ലഭ്യമാകുന്ന ഡാറ്റയുടെ അളവ് വിഐ നേരിയ തോതിൽ കുറച്ചിട്ടുണ്ട്. ഈ പരിഷ്കരണത്തിലൂടെ ഉപയോക്താക്കൾക്ക് 200 MB ഡാറ്റ നഷ്ടമായിരിക്കുന്നു എന്ന് പറയാം. 23 രൂപയുടെ വിഐ ഡാറ്റ പ്ലാനിലെ പുതിയ ആനുകൂല്യങ്ങൾ നോക്കിയാൽ ഒരു ദിവസത്തെ വാലിഡിറ്റിയിലാണ് വിഐയുടെ 23 രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ എത്തുന്നത്. ആകെ 1 GB ഡാറ്റയാണ് ഇപ്പോൾ ഈ പ്ലാനിൽ ലഭ്യമാകുന്നത്. മുൻപ് ഒരു ദിവസത്തെ വാലിഡിറ്റിയിൽ 1.2 GB ഡാറ്റ ലഭിക്കുമായിരുന്നു. പുതിയ പരിഷ്കരണത്തിലൂടെ ഓഫറിൽ നിന്ന് 200 MB ഡാറ്റ കട്ട് ചെയ്തതോടെയാണ് ആകെ 1 GB ഡാറ്റ എന്ന നിലയിലേക്ക് എത്തിയത്. വിഐയിൽ നിന്നുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ ഡാറ്റ പ്ലാൻ കൂടിയാണ് 23 രൂപ പ്ലാന്. 3 രൂപ കൂടി അധികമായി മുടക്കാൻ തയ്യാറുള്ള വിഐ വരിക്കാർക്ക് 26 രൂപയുടെ ഡാറ്റ പ്ലാനും ലഭ്യമാണ്. അതിൽ ഒരു ദിവസ വാലിഡിറ്റിയിൽ 1.5 GB ഡാറ്റ ലഭ്യമാകും. 3 രൂപയുടെ വ്യത്യാസത്തിൽ 1/2 GB ഡാറ്റ ഇവിടെ കൂടുതൽ കിട്ടുന്നുണ്ട്. എന്നാൽ വിഐയുടെ ഈ പ്ലാൻ പരിഷ്കരണം ഉപയോക്താക്കൾക്കിടയിൽ എത്രത്തോളം സ്വീകരിക്കപ്പെടുമെന്ന് പറയാനാകില്ല. വിഐയുടെ പ്രധാന എതിരാളിയായ ജിയോ കഴിഞ്ഞ ദിവസം ഒരു പുതിയ പ്രീപെയ്ഡ് പ്ലാൻ അവതരിപ്പിച്ചിരുന്നു. ഇതും കൂടി കാണുന്ന വിഐ വരിക്കാർ ശരിക്കും ഞെട്ടും. കാരണം ജിയോ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച 11 രൂപയുടെ ഡാറ്റ പ്ലാനിൽ 10 GB ഹൈസ്പീഡ് ഡാറ്റയാണ് ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ആകെ 1 മണിക്കൂർ മാത്രമാണ് ഈ ഡാറ്റ പ്ലാനിന്റെ വാലിഡിറ്റി. കുറഞ്ഞ സമയത്തേക്ക് ധാരാളം ഡാറ്റ ആവശ്യമുള്ളവർക്ക് ഈ പ്ലാൻ ഏറെ ഉപയോഗപ്പെടും. ജിയോ കഴിഞ്ഞ ദിവസമാണ് അവതരിപ്പിച്ചതെങ്കിലും എയർടെൽ അതിനു മുമ്പേ സമാന നിരക്കിൽ സമാന ആനുകൂല്യം നൽകുന്ന പ്ലാന് തങ്ങളുടെ വരിക്കാർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അതായത് എയർടെൽ വരിക്കാരും വെറും 11 രൂപയ്ക്ക് 10 GB ഡാറ്റ 1 മണിക്കൂർ വാലിഡിറ്റിയിൽ ലഭ്യമാണ്. പക്ഷേ വിഐ വരിക്കാർക്ക് ഇപ്പോഴും അത്തരം ഒരു പ്ലാൻ അകലെയാണ്. ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ടെലികോം കമ്പനി എന്ന സ്ഥാനമുള്ള വോഡാഫോൺ ഐഡിയ ഇപ്പോൾ തുടർച്ചയായി പുതിയ പ്ലാനുകൾ പുറത്തിറക്കുകയും പഴയ ചില പ്ലാനുകൾ നിർത്തലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് നിലയ്ക്കും കമ്പനിയെ മുന്നോട്ട് നയിക്കാനും വരിക്കാർ കൊഴിഞ്ഞു പോകുന്നതിൽ തടയിടാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളാണ് വിഐയിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയാം. എന്നാൽ പുതിയ പ്രീപെയ്ഡ് പ്ലാനുകൾ മാത്രമല്ല, ഇതിനകം ലഭ്യമായിട്ടുള്ള വിഐയുടെ പഴയ റീചാർജ് പ്ലാനുകളും ആകർഷകമായ ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നുണ്ട്.